നിങ്ങൾ കിങ് ജെയിംസ് വേർഷൻ ഇംഗ്ലീഷ് ബൈബിള് വായിക്കുന്നവരൊരു കാര്യം ശ്രദ്ധിക്കണം. പ്രധാനമായിട്ട് അവിടെ ഡീമൺ എന്നുള്ള വേർഡ് കൊടുത്തിട്ട് ഇല്ല. ഡെവിൾ എന്ന് പറയുന്നത് ദുഷ്ട പിശാചിൻ്റെ ഒരു പേരാണ് ഡെവിൾ, അഥവാ ഡീമൻ്റെ തലവൻ്റെ പേരാണ് ഡെവിൾ. കിങ് ജെയിംസ് വേർഷനകത്ത് ഒരു ട്രാൻസ്ലേഷൻ്റെ ഒരു മിസ്റ്റേക്കാണത്. അവിടെ നമ്മൾ ഡീമൺ എന്നുള്ള വാക്ക് കാണുന്നില്ല, അതിന് പകരം ഡെവിൾ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ട് 3 പ്രത്യേക പേരുകൾ ഡീമൺസിന് നമുക്ക് കാണുവാൻ സാധിക്കും. 3 പ്രത്യേക പേരുകൾ. 1, വേദപുസ്തകത്തിൽ 3 പേരുകളാണ് ഡീമൺസിന് കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ പേര് ഈവിൾ സ്പിരിറ്റ്, ദുഷ്ടാത്മാവ്. ആക്ട്സ് ചാപ്റ്റർ 19 വേഴ്സ് 12, അപ്പോസ്തലപ്രവൃത്തി 19:12. അപ്പോസ്തലപ്രവൃത്തി 19:12 പെട്ടെന്ന് വായിച്ചാട്ടെ. ആ ആ ആ ദുരാത്മാവ് എന്നുള്ള വേർഡ് തന്നെ നമുക്ക് വെളിപ്പെടുത്തുന്നത് അതിൻ്റെ പ്രവർത്തനം ദുഷ്ടതയായതുകൊണ്ട്. ഈവിൾ വർക്ക്സ് ആണ് അത് ചെയ്യുന്നത്. നമ്മൾ അതിൻ്റെ നേച്ചറിനെ കുറിച്ച് നമ്മൾ പഠിക്കും. ആ സമയത്ത് ഞാനത് കൂടുതലായിട്ട് വിശദീകരിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഡീമൺസിൻ്റെ ഒന്നാമത് വേദപുസ്തകത്തിൽ കൊടുത്ത പേരാണ് ദുഷ്ടാത്മാവ്, ദുരാത്മാവ്. രണ്ടാമത്തെ പേര് അൺക്ലീൻ സ്പിരിറ്റ്, അശുദ്ധാത്മാവ്. മാത്യു ചാപ്റ്റർ 1 verse 1, മത്തായി 10:1, ആക്ട്സ് 5:16, മാർക്ക് 1:23 and 26. മാർക്ക് 1:23 and 26 വായിച്ചാട്ടെ ഒരു വാക്യം. അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാൻ. ഇവിടെ ദുരാത്മാവ് എന്നല്ല കൊടുത്തത്, അശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രവർത്തനം, ഇത് ടോട്ടലി അതിൻ്റെ നേച്ചറിനെ അതിൻ്റെ പേര് വെളിപ്പെടുത്തുകയാണ്. അശുദ്ധമായിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. അശുദ്ധി നമ്മൾ താഴോട്ട് കടന്നു വരുന്നതായിരിക്കും. മൂന്നാമത് ഇതിൻ്റെ പേര് സ്പിരിറ്റ് ഓഫ് ഇൻഫർമിറ്റി, സ്പിരിറ്റ് ഓഫ് ഇൻഫർമിറ്റി. ലൂക്ക് ചാപ്റ്റർ 13 verse 11. ലൂക്ക് 13:11. രോഗാത്മാവ് ബാധിച്ച ഒരു സ്ത്രീ. ആ സ്ത്രീ രോഗിയായി തീർന്നത് എന്തെങ്കിലും ഒരു രോഗമുണ്ടായിട്ടല്ല, പകരം രോഗത്തിൻ്റെ ആത്മാവ് ബാധിച്ചത് കൊണ്ട്. ദാറ്റ് മീൻസ് ഈ ഡീമൺസ് തന്നെ പല ടൈപ്പുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ജഡത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടുത്തുന്നത് എല്ലാം തന്നെ അതിൻ്റെ പേരിൽ ഡീമോണിക് സ്പിരിറ്റ്സ് വെളിപ്പെടുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അഥവാ അശുദ്ധി, ദുഷ്കാമം, പക, ഇതിനെല്ലാം ഡീമൺസ് ഉണ്ട്. ഡീമൺസാണ് അതിൻ്റെ ഏജൻറ്റ്. അതിൻ്റെ ഏജൻ്റ് അല്ല, അതിനുള്ള ഡീമൺസ് ഉണ്ട്. ഇത് പറഞ്ഞ പോലെ തന്നെ ഇവിടെ വേറെ ടൈപ്പ് ഓഫ് ഡീമൺസിനെ അവിടെ പറയുകയാണ്. രോഗാത്മാവ് കൊണ്ടുവന്ന ഒരു ഡീമൺ. അപ്പോൾ ആ വ്യക്തിക്ക് ലിറ്ററലി യാതൊരു രോഗവുമില്ല, പക്ഷേ രോഗിയാകാനുള്ള കാരണം, രോഗിയാക്കിയത് ആ ഡീമോണിക് പൊസഷൻ. ഒരു വാക്യം കൂടെ ഒന്ന് വായിച്ചിട്ട് മാർക്ക് ചാപ്റ്റർ 9 verse 25. മാർക്ക് 9:25, മർക്കോസ് 9:25. ഊമനും ചെകിടനുമായ ആത്മാവേ. അപ്പോൾ ഇവിടെ വേറെ പർട്ടിക്കുലർ ആത്മാവിനെ നമ്മൾ കണ്ടു. നമ്മൾ വേറെ ആത്മാവിനെ കണ്ടു, രോഗം കൊടുക്കുന്ന ഒരാത്മാവ്. എന്തുവാ രോഗം? അത് ചെയ്തത് എപ്പോഴും കൂനിയായിട്ട് ഈ സ്ത്രീ നടക്കുന്നു. 2, ഇവിടെ നമ്മൾ കാണുന്നത് ഊമനും ബധിരനുമായിരിക്കുന്ന, ചെവി കേൾക്കാത്തവനും സംസാരിക്കാത്തവനുമായിരിക്കുന്ന ദുരാത്മാവ്. അതുകൊണ്ട് ഈ വ്യക്തി ചെവി കേൾക്കാത്തവനായിരുന്നില്ല, അവനിൽ ആ ദുരാത്മാവ് വസിച്ചത് കൊണ്ടാണ് അവനെ ആ ബലഹീനതയിലേക്ക് കൊണ്ടുപോയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്പിരിറ്റ് ഓഫ് ഇൻഫർമിറ്റി. ഈ ബലഹീനത കൊടുക്കുന്ന ആത്മാവ്, അതിൻ്റെ നേച്ചർ, ഡീമൺസിൻ്റെ നേച്ചറിലേക്ക് നമുക്ക് കടന്നു പോകാം പെട്ടെന്ന്. ഡീമൺസ്, നേച്ചർ ഓഫ് ഡീമൺസ്. അതിൽ ഒന്നാമത്തെ നേച്ചർ ഫസ്റ്റ് ശമൂവേൽ ചാപ്റ്റർ 18 verse 10.
1 ശമൂവേൽ 18:10. ദ ഫസ്റ്റ് തിങ്, ഒന്നാമത്തെ നേച്ചർ, ഒരു ദുരാത്മാവ്, ദേ ആർ ഈവിൾ. ഒന്നാമത്തെ പ്രത്യേകത, ദേ ആർ ഈവിൾ. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഒരു ശൗല് ബാധിച്ച ഒരു ഡീമൺ, അഥവാ ശൗല് ഫൈനലി വന്നപ്പോൾ ഡീമൺ പൊസസ്ഡ് പേഴ്സണായി മാറി. എങ്ങനെയാണ് ആ ഡീമൺ പൊസഷൻ നടന്നുവെന്നുള്ളത്, എങ്ങനെ ഡീമൺ പൊസസ് ചെയ്യുമെന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കും. ബട്ട് ഇവിടെ ശൗലിൽ ഒരു ഡീമൺ പൊസസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഈ ഡീമൺ കടന്നു ചെന്നിട്ട് ദുഷ്ടത വെളിപ്പെടുത്തുവാനായിട്ടിടയായിത്തീർന്നു. ഏതെങ്കിലും ഒരു സന്ദർഭത്തിന് വേണ്ടി ശൗല് കാത്തിരുന്നു ദാവീദിനെ കൊല്ലുവാൻ. കാരണം ഇതിന് കൊടുക്കുവാൻ സാധിക്കുന്നത് ഒരു നന്മയുമില്ല, പകരം ദുഷ്ടത മാത്രമേ കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ഡീമോണിക് സ്പിരിറ്റ്, അതിന് ദുഷ്ടതയല്ലാതെ നല്ലതൊന്നും കൊടുക്കുവാൻ അറിയത്തില്ല. എവിടെ കടന്നു നിന്നും ആരുടെ ജീവിതത്തിൽ കടന്നു നിന്നാലും അവർക്ക് പുറമേ നോക്കുമ്പോൾ എക്സ്ട്രാ ഓർഡിനറി ചിലത് നമുക്ക് കാണുവാൻ സാധിക്കുമെങ്കിലും അതിൻ്റെ പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് മുഴുവൻ ദുഷ്ടത മാത്രമായിരിക്കും. 2 ആക്ട്സ് ചാപ്റ്റർ 16 വേഴ്സ് 16. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞോട്ടെ. ശക്തിയോടെ പ്രൈസ് ഗാഡ്. യെസ്. നമ്മൾ വായിക്കുന്നത് ആക്ട്സ് ചാപ്റ്റർ 16 വേഴ്സ് 16, 16. ഇവിടെ നമ്മൾ കാണുന്നത് പൗലോസ് കടന്നു പോയപ്പോൾ ഒരു വെളിച്ചപ്പാടത്തി ആയിരിക്കുന്ന ഒരു സ്ത്രീയെ നമ്മളിവിടെ കാണുന്നു. ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് ലാഭം വരുത്തുന്നു. ഈ സ്ത്രീയുടെ പ്രത്യേകത എന്ത്? വായിച്ചോട്ട് അതിൻ്റെ 18th വേഴ്സ്, 18ാമത്തെ വാക്യം. അവളിലുള്ള ഭൂതത്തോട്, ശ്രദ്ധിക്കണേ, വെളിച്ചപ്പാട് മുഴുവൻ ഭൂതങ്ങളായുള്ള ശുശ്രൂഷയാണ്. വെളിച്ചപ്പാട് വെളിപ്പെടുത്തുന്നത് ഭൂതങ്ങൾ കൂടെയുള്ള ശുശ്രൂഷയാണ്. പൗലോസ് അവളിലുള്ള ഭൂതത്തോട് ഏത് തെറ്റായിരിക്കുന്ന പ്രവർത്തനങ്ങൾ, ഈ കൾട്ടുമായിട്ടുള്ള ബന്ധത്തുള്ള പ്രവർത്തനങ്ങൾ ബന്ധപ്പെടുന്നുവോ അതിൽ സംഭവിക്കുന്നത് ഡീമൺ പൊസഷൻ അവിടെ സംഭവിക്കുക. ഇവിടെ സംഭവിച്ചത് ഒരു സ്ത്രീ. ആ സ്ത്രീ, അവളുടെ പ്രത്യേകത തന്നെ, മറ്റുള്ളവർ നോക്കുമ്പോൾ ഷീ ഈസ് ഇൻ്റലിജൻറ്റ് ആൻഡ് വൈസ്. അതാണ് എൻ്റെ പ്രത്യേകത, ഞാൻ നോട്ട് ചെയ്യുവാൻ ആഗ്രഹിക്കേണ്ടത്. രണ്ടാമത്, നേച്ചർ ഓഫ് ഡീമൺസ്. അത് വളരെ ഇൻ്റലിജൻ്റ് ആണ്, അത് വൈസാണ്. എന്തുകൊണ്ട് അത് ഇൻ്റലിജൻ്റ് എന്ന് ഞാൻ പറയുകയുണ്ടായി? അതിൻ്റെ കാരണമാണ്, ഈ ഡീമൺസ് എന്ത് ചെയ്തു? അവൾ മുഖാന്തരമായിട്ട് മറ്റുള്ളവർക്ക് ലാഭം വരുത്തി എന്ന് പറഞ്ഞാൽ ലക്ഷണം പറയുന്നവളായിരുന്നു. കാര്യങ്ങൾ മുൻപോട്ട് പറയുന്നു, മനസ്സിലാക്കുന്നു, എന്താ ഭാവിയിൽ സംഭവിച്ചത്, കഴിഞ്ഞ കാലങ്ങളിൽ എന്ത് സംഭവിച്ചു, ഇതൊക്കെയും വിളിച്ചു പറയുന്നതുകൊണ്ട് അത് ദൈവത്തിൻ്റെ ആത്മാവായിരുന്നില്ല, പിന്നെയോ ഈ ഡീമൺ സ്പിരിറ്റ് ആയിരുന്നു. അപ്പോൾ ഡീമൺ സ്പിരിറ്റിനും ഇത് ചെയ്യുവാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ പ്രത്യേകത, ദേ ആർ പവർഫുൾ ബട്ട് ലിമിറ്റഡ്. അവർ ശക്തരാണ്, എന്നാൽ ശക്തിക്ക് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. മാർക്ക് ചാപ്റ്റർ 5 വേഴ്സ് 4. മാർക്ക് ചാപ്റ്റർ 5 വേഴ്സ് 4. റെവലേഷൻ ചാപ്റ്റർ 16 വേഴ്സ് 13 to 16. വെളിപ്പാട് 16-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. പെട്ടെന്ന്. ആരെങ്കിലും ഒരാൾ വായിച്ചൊന്ന് സഹായിക്കാനായിട്ടൊന്ന് ഒരുങ്ങിയായിട്ട്. പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചുവെങ്കിലും ചങ്ങല വലിച്ചു പൊട്ടിച്ചു. ആര് വലിച്ചു പൊട്ടിച്ചു? ആ ഭൂതം, അവനുള്ള ഭൂതം. നിങ്ങൾക്കറിയാം ഈ വിഷയം എന്താണെന്ന്. കല്ലറുകളിൽ വസിച്ച ഭൂതഗ്രസ്തനായിരിക്കുന്ന ഒരു മനുഷ്യൻ, അവൻ എന്തുകൊണ്ട് അത് ചെയ്തു? അവൻ്റെ സ്വന്തം ശക്തി കൊണ്ടല്ല, പിന്നെയോ അവനുള്ള ഭൂതമാണ് അവനെ കൊണ്ട് ചെയ്യിച്ചത്. ദേ വർ പവർഫുൾ. താഴെ 16-ാം അധ്യായം റെവലേഷൻ ചാപ്റ്റർ 16 13 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചാട്ട്.
അടുത്ത വിഷയത്തെ നമ്മൾ ചിന്തിക്കും. തവളയെ പോലെ ആത്മാക്കൾ പുറപ്പെടുന്നു. ഡീമൻസ് were come out from their mouth. വായിച്ചോട്ടെ. ഇവ സർവഭൂതലത്തിലുമുള്ള രാജാക്കന്മാരെ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട്. അപ്പോൾ ഇവർ ആരാണ്? ഇവർക്ക് പ്രവർത്തനം, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും. ഡീമൺസ് അത്ഭുതങ്ങൾ ചെയ്യുന്നു, അതിശയങ്ങൾ ചെയ്യുന്നു. ഇവിടെ പറയുന്നത് ഈ ഭൂതങ്ങൾ എന്ത് ചെയ്തു? ഭൂമിയുള്ള ഈ പ്രത്യേകമാർക്ക് സംഭവം നടക്കുന്നത് ഉപദ്രവകാലത്തിൽ. കർത്താവായി ദൈവമക്കൾ എടുക്കപ്പെടുന്ന ശേഷം ലോകത്തിൽ സകല രാജാക്കന്മാരെയും അഥവാ സകല ഭരണകൂടങ്ങളെയും ദൈവത്തിന് എതിരായിട്ട് യുദ്ധം ചെയ്യുവാൻ തക്കവണ്ണം ഈ ഭൂതങ്ങൾ ഒരുമിച്ച് കൂട്ടുന്നു. എങ്ങനെ അവർ ഒരുമിച്ച് കൂട്ടുന്നത്? ഈ ഭൂതങ്ങൾ ചെയ്യുന്ന അത്ഭുതങ്ങൾ കൊണ്ട് ഇവർ ഇതിനകത്ത് വീഴുക. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിനെതിരായിട്ടാണ് യുദ്ധം ചെയ്യുവാൻ പോകുന്നത്. ആരാ ഇതിന് പ്രേരിപ്പിക്കുന്നത്? ഭൂതങ്ങൾ. നമ്മുടെ ബുദ്ധിക്ക് പോലും മനസ്സിലാക്കുവാൻ സാധിക്കാത്ത കാര്യങ്ങളാണ് ഇത് ചെയ്യുവാനായിട്ട് ഓപ്പൺലി. ഞാൻ പറയുമായിരുന്നു, കഴിഞ്ഞ നാളുകളിൽ എല്ലാം അകത്തു നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഇരുന്നിട്ട് ഈ അടുത്ത കാലങ്ങളിൽ ദുഷ്ടൻ ശക്തമായിട്ട് വെളിപ്പെടുകയാണ്. ഞാൻ പറയുമായിരുന്നു, പണ്ട് നമ്മൾ നമ്മുടെ നാവിൽ കൂടെ യൂസ് ചെയ്യുവാൻ പാടില്ലാത്ത വേർഡ്സ് വരെ ഇപ്പം ബെന്യനിൽ എഴുതിക്കൊണ്ട് നടപ്പുണ്ട്. വാസ്തവത്തിൽ എന്താ ഇവിടെ സംഭവിക്കുന്നത്? പബ്ലിക്കലി പ്രവർത്തിക്കുന്നതിന് ഒരു നാണംകേടും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മനുഷ്യൻ വെളിപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് എന്തുകൊണ്ട് അത് സംഭവിച്ചു? ഇത് ഒരുപക്ഷെ പറയുമായിരിക്കാൻ ഞാൻ ആ സാഹചര്യമാണ്. എന്നാൽ ഈ സാഹചര്യത്തിൽ കാരണമായിരുന്നത് ആ ഡീമോണിക് സ്പിരിറ്റിൻ്റെ ഒരു പ്രവർത്തനമാണ്. ഞാൻ താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്കത് കൂടുതലായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ എന്താ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്? അത്ഭുതങ്ങൾ ചെയ്യുന്നു. രാജാക്കന്മാരെ അത്ഭുതങ്ങൾ ചെയ്ത് കാണിച്ചുകൊണ്ട് ഈ രാജാക്കന്മാരെ ദൈവത്തിനെതിരായിട്ട് യുദ്ധത്തിന് വേണ്ടി കൂട്ടിച്ചേർക്കുന്നു. വായിച്ചോട്ട് 1 തിമോത്തിയോസ് ലേഖനം, 1 Timothy chapter 4 verse 1. 1 തിമോത്തിയോസ് ലേഖനം 4-ാം അധ്യായം 1-ാമത്തെ വാക്യം. ആ ആ ഇവിടെ പറയുന്നു, ചിലർ വിശ്വാസികളായിരിക്കുന്നവരെ വരെ വിശ്വാസത്തിൽ വീഴിക്കുവാൻ ഈ ദുഷ്ടൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുവാനായിട്ടിടയായിത്തീരും. ദുഷ്ടൻ പ്രവർത്തിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? ദേ ആർ പവർഫുൾ. അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് ജനത്തെ വഞ്ചിക്കുക. നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോണം, വേദപുസ്തകം പഠിപ്പിക്കുന്ന ഏത് അത്ഭുതങ്ങളും എന്തിനു വേണ്ടിയുള്ളതാ? ഒറ്റ കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോണം. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 11-ാമത്തെ വാക്യം, വേഴ്സ് 11. ഈ വാക്യം നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം. ഈ വാക്യം നിങ്ങളുടെ ഏത് സമയത്തും നിങ്ങളുടെ മനസ്സിലത് കരുതണം. ജോൺ ദ ഗോസ്പൽ ചാപ്റ്റർ 2 വേഴ്സ് 11. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി പ്രൈസ് ഗാഡ്. ഇതാണ് അവിടെ സംഭവിച്ചത്. യേശു അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് അത്ഭുതം ചെയ്തു. എന്തുകൊണ്ട്? ജനം യേശുവിൽ വിശ്വസിക്കേണ്ടതിന്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കണം, ഒരു വ്യക്തിയിൽ കൂടെ അത്ഭുതം നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ആവശ്യമെന്ന് പറയുന്നത് ഈ വ്യക്തി യേശുവിൽ വിശ്വസിക്കുവാൻ. ഒരു വാക്യം കൂടെ, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 30-31 വാക്യം. ഈ 2 വാക്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട 2 വാക്യങ്ങൾ. ജോൺ ദ ഗോസ്പൽ ചാപ്റ്റർ 20 വേഴ്സ് 30 and 31. 30-31 വാക്യം. അപ്പോൾ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേക അടയാളങ്ങളും യേശു ചെയ്തു. ഇത് എഴുതിയിരിക്കുന്നു. എന്തിനാ ഈ അടയാളങ്ങൾ എഴുതി? 2 കാര്യം. ഒന്ന്, യേശു ദൈവപുത്രനെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനോ. കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞോട്ട് ഒരിക്കൽ കൂടെ. യേശു ദൈവപുത്രനെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനോ.
അപ്പോൾ അതാണ് അത്ഭുതങ്ങളുടെ ആവശ്യം. നിങ്ങൾ ശ്രദ്ധിച്ചോണം, എവിടെ നടക്കുന്ന അത്ഭുതങ്ങളും എന്നെ യേശുവിലേക്ക് അടുപ്പിക്കുന്നില്ല എങ്കിൽ ആ അത്ഭുതങ്ങൾ ഞാൻ ചോദ്യം ചെയ്യേണ്ട അത്ഭുതങ്ങളാണ്. എവിടെ അത്ഭുതം നടന്നു എന്നുള്ളതല്ല വിഷയം, പക്ഷേ നടക്കുന്ന അത്ഭുതങ്ങൾ യേശുക്രിസ്തുവിൽ ഉള്ള വിശ്വാസത്തെ കൊണ്ടുവരുന്നില്ല എങ്കിൽ അത് ചോദ്യം ചെയ്യേണ്ടതാണ്. കാരണം അതിനകത്ത് ഒരു വലിയ അപകടം പതിയിരിപ്പുണ്ട്. അപകടങ്ങൾ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ അല്ല ജനം വിശ്വസിക്കേണ്ടത്, അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവത്തിലാണ് വിശ്വസിക്കേണ്ടത്. അതുകൊണ്ട് എന്തിനായി അത്ഭുതം എഴുതിയത്? ഒന്ന്, ദൈവത്തിനെന്ന് വിശ്വസിക്കണം. രണ്ട്, വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന്. ഇതാണ് അതിൻ്റെ പേർപ്പസ്. ഈ പേർപ്പസിൽ അല്ലാതെ മറ്റേതെങ്കിലും പേർപ്പസ് ഒരത്ഭുതങ്ങൾക്ക് നടക്കുന്നുവെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആ അത്ഭുതം നടക്കുന്ന സ്ഥലത്തിന് കൊടുക്കുക. ദൈവത്തിൻ്റെ മഹത്വമാണ് അത്ഭുതങ്ങൾ കൂടെ നടക്കേണ്ടത്. എന്നാൽ എന്ത് സംഭവിച്ചു? ചില ഭാവി കാലത്ത് ഭൂതങ്ങളുടെ ഉപദേശങ്ങളെ വെച്ചുകൊണ്ട് വിശ്വാസം ത്യജിക്കുന്നു. ആര് ത്യജിക്കുന്നു? വിശ്വാസികളായിരിക്കുന്നവർ വിശ്വാസം ത്യജിക്കുവാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ വിശ്വാസികൾ തന്നെ വളരെ ശോധന ചെയ്ത് മുൻപോട്ട് പോകേണ്ട ഒരു കാലങ്ങളാണ് ഈ പ്രത്യേകമായിരിക്കുന്ന സമയങ്ങൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, എന്താണ് ഭൂതങ്ങളുടെ പ്രത്യേകത? ദേ ആർ ഡിസ്എംബോഡീഡ് സ്പിരിറ്റ്സ്. ശരീരമില്ലാത്ത ആത്മാവ്. ശരീരം ഇല്ലാത്ത ആത്മാവ്. അപ്പോൾ ഏഞ്ചൽസും ഡീമൺസും തമ്മിലുള്ള ഏറ്റവും വ്യത്യാസം എന്ന് പറയുന്നത്, ഏഞ്ചൽസിന് അതിൻ്റെ ഒരു ശരീരമുണ്ട്. ഈവൻ ഒരു സ്പിരിച്വൽ ബോഡിയാണ്, പക്ഷെങ്കിൽ അതിൻ്റേതായിരിക്കുന്ന സ്പിരിച്വൽ ബോഡിയുണ്ട്. എന്നാൽ ഈ ഡീമൺസിനുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അതിന് ഒരു ബോഡിയില്ല. അതിന് ഒരു സ്പിരിറ്റ് ഉണ്ട്, പക്ഷേ ഒരു ബോഡി ഇല്ല. ഉദാഹരണമായിട്ട് ഇപ്പോൾ ആരാ പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാം. മനുഷ്യൻ ഒരു സ്പിരിച്വൽ ബീയിങ്ങാണ്, ഒരാത്മജീവിയാണ്. എന്തുകൊണ്ട് മനുഷ്യൻ ആത്മജീവി എന്ന് പറയുന്നു? മനുഷ്യനിൽ രണ്ട് പാർട്ടുണ്ട്. ഒന്ന് പുറമേയുള്ള മനുഷ്യൻ, രണ്ട് അകമേയുള്ള മനുഷ്യനും. അകമേയുള്ള മനുഷ്യൻ എന്ന് പറയുന്നതാണ് സ്പിരിറ്റ്. എന്നാൽ വാസ്തവത്തിൽ അത് വെളിപ്പെടുവാൻ പറ്റത്തില്ല. നിങ്ങൾ മനസ്സിലാക്കണം, അകമേയുള്ള മനുഷ്യൻ, ദ സ്പിരിച്വൽ ബോഡി, മനുഷ്യൻ സ്പിരിച്വൽ ബോഡിയാണ്. ആ സ്പിരിച്വൽ ബോഡി റിവീൽ മാനിഫെസ്റ്റ് ചെയ്യപ്പെടണമെങ്കിൽ അതിനൊരു ഫിസിക്കൽ ബോഡി ആവശ്യമായിരിക്കുന്നത് പോലെ ഈ ഡീമൺസിന് വെളിപ്പെടണമെങ്കിൽ അതിന് ഒരു ശരീരം ആവശ്യമാണ്. അത് ഒന്നുകിൽ ഒരു മനുഷ്യൻ്റെ ശരീരമാകാം, അല്ലെങ്കിൽ ഒരു ജന്തുവിൻ്റെ ശരീരമാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മീഡിയ ആകാം, ഒരൊപ്പേക്ക്. ഈവൻ്റെ ഒരു കല്ലാണെങ്കിലും കുഴപ്പമില്ല, അതിന് വെളിപ്പെടണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ആവശ്യമാണ്. എന്തുകൊണ്ട് ഞാനത് പറഞ്ഞു? വായിച്ചോട്ട് അതിനാധാരമായിട്ട് മാത്യു ചാപ്റ്റർ 12 വേഴ്സ് 43-45. മത്തായി 12-ാം അധ്യായം 43 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് നീങ്ങിയ ശേഷം ഞാൻ പുറപ്പെട്ടു പോന്ന് എൻ്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലും. എന്ത് സംഭവിച്ചു ഇവിടെ? അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് നീങ്ങി. പക്ഷെങ്കിൽ അത് നീങ്ങിയിട്ട് പിന്നെ അതെന്ത് ആഗ്രഹിച്ചു? അത് എവിടെയെങ്കിലും അതിന് ഒന്ന് വെളിപ്പെടാനുള്ള ഒരു മീഡിയ അത് നോക്കി. പക്ഷെ എന്ത് കണ്ടില്ലേ? പോയിടത്തെങ്ങും കാണാഞ്ഞത് കൊണ്ട് അത് തിരിച്ച് ഒന്ന് ചിന്തിച്ചു, ഞാൻ നേരെ എന്നെ വിട്ടുപോകുന്ന വീട്ടിലേക്ക് ഞാൻ മടങ്ങിച്ചെല്ലുക. അപ്പോൾ മനസ്സിലാക്കണം, ഈ ഡീമൺസ് വെളിപ്പെടണമെങ്കിൽ അതിന് ഒരു ഒപ്പേക്ക്, അതിന് വളരെ ആവശ്യം, ഒരു മീഡിയ വളരെ ആവശ്യമാണ്. ഒരു മീഡിയ ഇല്ല എങ്കിൽ അതിന് വെളിപ്പെടുവാൻ സാധ്യമല്ല. നമ്മൾ മുമ്പേ വായിച്ച 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം നമ്മളിപ്പോൾ വായിക്കുകയുണ്ടായി. ജാതികൾ ബലി കഴിക്കുന്നത് ദൈവത്തിനല്ല, ഭൂതങ്ങൾക്കത്രേ. അങ്ങനെയെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ഒരു കല്ലിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രൂപത്തിൻ്റെ മുൻപിൽ പോയി നിന്നാൽ
അതിന് എത്രമാത്രം ആത്മീയമായിരിക്കുന്ന മൂടുപടം കൊടുക്കുവാൻ സാധിക്കുമോ, എത്രമാത്രം മറ്റുള്ള മൂടുപടങ്ങൾ കൊടുക്കുവാൻ സാധിക്കുമോ, അത് ഏത് മൂടുപടം കൊടുത്താലും ഒരു രൂപത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു പടത്തിൻ്റെയോ മറ്റേതിൻ്റെങ്കിലും മുമ്പിൽ നിന്ന് ഈ ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, അതിൽ കൂടെ ഒരത്ഭുതം നടക്കുന്നുവെങ്കിൽ, അതിൻ്റെ അർത്ഥം അവിടെ പ്രവർത്തിക്കുന്നത് ദൈവമല്ല, പിന്നെ ഈ ഡീമൺസ് ആണ് പ്രവർത്തിക്കുന്നത്. ഞാനത് വിശദമാക്കാം. ദൈവത്തിൻ്റേത് അല്ലാത്ത രീതിയിൽ ഞാൻ ഒത്തിരി ഓപ്പൺ ചെയ്യാത്തത്, ഈ കാസറ്റ് പലയിടത്തും കേൾക്കുന്നതായതുകൊണ്ട് ഞാനത് അത്ര ഓപ്പൺ ചെയ്യുന്നില്ല. നിങ്ങളത് ശ്രദ്ധിച്ച് നിങ്ങൾ ചിന്തിച്ചെടുത്തോണം. ദൈവത്തിൻ്റെ പേരിൽ, അത് ഏത് ദൈവമായിക്കൊള്ളട്ടെ, ദൈവത്തിൻ്റെ പേരിൽ എവിടെയെങ്കിലും ഒരത്ഭുതമോ അടയാളമോ നടക്കുന്നാലും അതിന് പ്രത്യേകമായിരിക്കുന്ന ഒരു സ്റ്റാച്യുവോ അല്ലെങ്കിൽ പ്രത്യേകമായിരിക്കുന്ന ഒരു രൂപമോ, ഏതെങ്കിലും ഈവൻ ഒരു തുണിക്കഷ്ണമാണെങ്കിലും ആ തുണിക്കഷ്ണത്തിൽ കൂടെ ഒരത്ഭുതം നടക്കുന്നു എങ്കിൽ എന്ന് പറഞ്ഞാൽ, ഈ പർട്ടിക്കുലർ തിങ്ങിനെ ആരാധിച്ച് അവിടുന്ന് ഒരത്ഭുതം നടക്കുന്നുവെങ്കിൽ അത് ഒരിക്കലും ദൈവത്തിൻ്റെ പക്കൽ നിന്നുള്ളതല്ല, പിന്നെയോ അത് ഡീമൺസിൻ്റെ പക്കൽ നിന്നുള്ളതാണ്. അത് കടന്നു വരുന്നത് എന്ന് പറഞ്ഞാൽ ഇതിൽ വ്യാപരിക്കുന്നത് ആ ഡീമോണിക് സ്പിരിറ്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജാതികൾ ബലി കഴിക്കുന്നത് ദൈവത്തിനല്ല, ഭൂതങ്ങൾക്കത്രേ. അപ്പോൾ ഒരു വ്യക്തി പോലും ഞാൻ ബലി കഴിക്കുന്ന ഭൂതത്തിനെന്ന് ആരും പറയുന്നില്ല. ഒന്നുകിൽ ഒരു കോഴിയെ കൊണ്ട് കൊടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കാം. ഇത് കൊടുക്കുമ്പോൾ അവർ ചിന്തിക്കുന്നത് അവരുടെ ദൈവത്തിന് കൊടുക്കുന്ന ചിന്തിക്കുന്നത്. പക്ഷെങ്കിൽ അവർ ചിന്തിക്കുന്ന ഒരു ദൈവമല്ല അവിടെ ഇരിക്കുന്നത്, പകരം അതിനെ പൊസസ് ചെയ്ത ഒരു ഡീമോണിക് സ്പിരിറ്റാണ് അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നറിയാമോ? ഇതിൻ്റെ മുൻപിൽ നിന്ന് കൈകൂപ്പി എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വളരെ സന്തോഷത്തോടെ പോരുമ്പോൾ ഇതും കൂടെ കൂട്ടത്തിൽ പോരും. കാരണം എന്നാണെന്ന് അറിയാമോ? ഡീമണിക് സ്പിരിറ്റിന് അഥവാ ഡീമൺസിന് അത് വർഷിപ്പ്, അത് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ഡയറ്റിയുടെ സ്ഥലമാണ്, ദൈവത്തിൻ്റെ സ്ഥാനമാണ് അത് എടുക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അതിന് പ്രാർത്ഥന, മറ്റുള്ള കാര്യങ്ങൾ അത് വളരെ താല്പര്യമുള്ളത് കൊണ്ട് ആ പ്രത്യേകമായിരിക്കുന്ന പൊസിഷൻസ് ഹോൾഡ് ചെയ്യുന്നത് ഡീമോണിക്കായിരിക്കും. അതുകൊണ്ട് ശ്രദ്ധിച്ചോണേ. ഞാൻ വേദപുസ്തകത്തിൻ്റെ അധികാരത്തിൽ നിന്നുകൂടി ഞാൻ ഓർപ്പിക്കട്ടെ. ഒരു ദൈവം നമ്മെ വിളിച്ചപ്പോൾ, ദൈവം ഇസ്രായേൽ മക്കളെ വേർതിരിച്ചപ്പോൾ, മരുഭൂമിയിൽ കൊണ്ടുവന്ന് സീനായ് മലയെ കൊണ്ട് നിർത്തിയതായ സമയത്ത് ദൈവത്തിൻ്റെ ഒരു രൂപമല്ല അവർ കണ്ടത്, പകരം ദൈവത്തിൻ്റെ തേജസ് അവർ കാണുവാനിടയായിത്തീർന്നു. ഈ കണ്ടതായിരിക്കുന്ന ദൈവജനത്തോട് ദൈവം ഇപ്രകാരം പറഞ്ഞു, ഞാൻ സീനായി മലയിൽ കടന്നു വന്നതായ സമയത്ത് നിങ്ങൾ എൻ്റെ രൂപം നിങ്ങൾ കണ്ടില്ല, എൻ്റെ തേജസ്സാണ് നിങ്ങൾ കാണുവാനിടയായിത്തീർന്നത്. അതുകൊണ്ട് നിങ്ങൾ യാതൊന്നിൻ്റെയും രൂപത്തെ വണങ്ങരുത്, അതിനെ നിങ്ങൾ നമസ്കരിക്കരുത്. ആകാശത്തിലോ ഭൂമിയിലോ ഭൂമിക്ക് കീഴിലോ ഉള്ള യാതൊന്നിനെയും, വെള്ളത്തിലോ മൃഗങ്ങളിലോ അല്ലെങ്കിൽ മറ്റുള്ളതിലോ ഉള്ള ഒന്നിനെ പോലും വണങ്ങുവാൻ ഇടയായിത്തീരരുത്. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിന് പകരം അത് പറയുന്നുവെങ്കിൽ അത് വെളിപ്പെടുത്തുന്ന ഒരു വലിയ സത്യമുണ്ട്. ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചുകൊണ്ട് ഏതെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളെ ആരാധിക്കുന്നുവെങ്കിൽ അവിടുത്തെ ആരാധന വസ്തു ദൈവമല്ല, പകരം ഡീമണായിരിക്കും. മുൻപോട്ട് ഞാൻ കടന്നു പോകട്ടെ. അപ്പോൾ ഡീമോണിക് സ്പിരിറ്റിന് ഒരു പ്രത്യേകതയുണ്ട്, അത് ഡിസംബോഡീഡാ, അതിന് ശരീരമില്ല. അപ്പോൾ അതിന് വെളിപ്പെടണമെങ്കിൽ എന്ത് വേണം? ഒരു ശരീരം അതിനാവശ്യമാണ്. ഇതുകൊണ്ട് അത് എപ്പോഴും ഒരു ശരീരം അന്വേഷിക്കും. ഞാൻ പറഞ്ഞത് ഒരു ശരീരം വേണമെന്ന് മാത്രമല്ല, മറ്റേതെങ്കിലും ഒന്ന് കിട്ടിയാലും മതി അതിന് ഇരിക്കത്തക്കവണ്ണം, അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം വെളിപ്പെടുത്തുവാൻ. കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞു കേട്ടോ, ശക്തിയോടെ. ഡീമൺസിന് പിന്നീടുള്ള പ്രത്യേകത, ഡീമൺസിൻ്റെ 5-ാമത്തെ പ്രത്യേകത, ദേ ഹാവ് ഫീലിങ്സ്. അതിനുണ്ട് ഒരല്പം ഫീലിങ്സ് ഒക്കെ. ഞാൻ എൻ്റെ ഭാഷയിൽ ഞാൻ പറയും, നാണം കെട്ട ഒരുത്തനാണ് ഈ ഡീമൺസ്. ഞാനത് പറഞ്ഞു തരാം എന്തുകൊണ്ട് ഞാൻ പറയുന്നതെന്ന്. പക്ഷെങ്കിൽ ഈ ഡീമൺസിന് അതിനുകൊണ്ട് ഒരു ഫീലിങ്സ്. വായിച്ചോട്ടെ, മാത്യു ചാപ്റ്റർ 8 വേഴ്സ് 29.
Matthew 8:29. Mark chapter 5 verse 7. അവർ നിലവിളിച്ചു, ദൈവപുത്ര, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? അപ്പൊ ഈ ഡീമൺസ് യേശുവിനോട് ഒരു ചോദ്യം ചോദിച്ചു, നീ സമയത്തിന് മുൻപേ ഞങ്ങളെ. അപ്പോൾ ഇതിനറിയാം എന്താ ഉണ്ടെന്ന്, ഒരു ദണ്ഡനമുണ്ട്. അപ്പോൾ അതിൻ്റെ ഫീലിങ്സ് ഉണ്ട്. അതിൻ്റെ ഫീലിങ്സ് അതിനെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഞാൻ മുമ്പേ വായിച്ചു മാറിക്കുന്ന വാക്യത്തിലേക്കൊന്ന് കടന്നു വന്നാട്ട് മാത്യു ചാപ്റ്റർ 12, വളരെ രസകരമായിരിക്കുന്ന ഒരു വിഷയം. മാത്യു ചാപ്റ്റർ 12 വേഴ്സ് 43. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് പോയ ശേഷം അപ്പം ഇത് എന്തിനു വേണ്ടി നടന്നു? ഈ ഡീമൻസ് ഒരു മനുഷ്യനെ വിട്ട് മാറ്റപ്പെട്ടു. ഓക്കെ, വിട്ട് മാറ്റപ്പെട്ടപ്പോൾ അത് നടക്കുവാനായിട്ട് തുടങ്ങി. എങ്ങോട്ടാണ് നടക്കുന്നേ? ഒരു തണുപ്പ് അതിനന്വേഷിച്ച്. അപ്പോൾ അതിനെന്തോ വേണം? അതിനും വേണം ഒരൽപ്പം തണുപ്പൊക്കെ, അതിനും വേണം. ഇങ്ങനെ അത് ചുറ്റി നടന്നു, നീരില്ലാത്ത പല സ്ഥലങ്ങൾ കൂടെ അത് സഞ്ചരിച്ചു. നിങ്ങൾ മനസ്സിലാക്കണം, തണുപ്പ് അന്വേഷിച്ചാൽ പോയെ. ഈ പോയ വഴിക്ക് ഒന്നും എന്തില്ല? തണുപ്പില്ല, നീരില്ലാത്ത, വെള്ളമില്ലാത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതിനും അതിൻ്റെ ഫീലിങ്സ് ഉണ്ട്. ഞാൻ അതിൻ്റെ ഫീലിങ്സിനെ കുറിച്ച് പറഞ്ഞല്ലോ, നാണം കെട്ടവനാണ്. ഇതേ വാക്യം ഇപ്പാരം പറഞ്ഞു, അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് നീങ്ങിയ ശേഷം നീരില്ലാത്ത സ്ഥലങ്ങൾ കൂടെ സഞ്ചരിച്ച്, എന്നിട്ട് എന്ത് പറ്റി? കണ്ടില്ല താനും. നെക്സ്റ്റ്, ഞാൻ പുറപ്പെട്ടു പോകുന്ന എൻ്റെ വീട്ടിലേക്ക് മടങ്ങി ചെല്ലും. ഈ വാക്യത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പുള്ളി നാണം കെട്ടവനാണ്. കാരണം എന്നാണെന്നറിയാം, ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്നാൽ മാനമര്യാദയ്ക്ക് പുള്ളി തിരിച്ചു പോകത്തില്ല. പോകണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും 2 ചവിട്ടും 2 തൊഴിയും ഒക്കെ കൊടുത്ത് മേലാൽ ഈ വീട്ടിൽ കയറരുതെന്ന് പറഞ്ഞ് വിട്ടെങ്കിൽ മാത്രമേ ഈ പുള്ളി പോകത്തുള്ളൂ. മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞു വന്നത് വന്ന്? പക്ഷെങ്കിൽ നമ്മളെപ്പോലുള്ളവരൊരു ആണെങ്കിൽ ഇത്രയും ആട്ടും തൊഴിയെല്ലാം കേട്ടിറങ്ങിപ്പോയി തിരിച്ചു ചെല്ലുവോ? നമുക്കല്പം എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളെന്താ പറയും? ഞങ്ങൾക്കും അല്പം നാണോ മാനോ ഒക്കെ ഉണ്ടെന്നേ. അപ്പോൾ വാസ്തവത്തിൽ ഇതിനെന്തില്ലെന്നറിയാം, ഇതിന് ഒരു നാണവും ഇല്ല, ഒരു മാനവും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ആ വേർഡ് ഉപയോഗിച്ചത്, നാണം കെട്ടതാണെന്ന് ഉപയോഗിച്ചത്. എത്ര പ്രാവശ്യം ചവിട്ടി വിളിച്ചാടിച്ചാലും വീണ്ടും അനുവദിച്ചു കൊടുക്കുകയാണെങ്കിൽ സന്തോഷത്തോടെ കടന്നു വരും. അപ്പോൾ എന്താ ഇതിൻ്റെ പ്രത്യേകത? എന്നാ, ഇതിനതിൻ്റെ ഫീലിങ്സ് ഉണ്ട്. ഡീമൻസ് ഹാസ് ഇറ്റ്സ് ഓൺ ഫീലിങ്സ്. നെക്സ്റ്റ്, ദേ ഹാവ് പേഴ്സണാലിറ്റി. ഒരാളത്വമുണ്ട്. Luke chapter 8 verse 28. Luke 8:28. അവൻ യേശുവിനെ കണ്ടിട്ട് നിലവിളിച്ച് നമസ്കരിച്ചു. എന്താ വൈഭൂതം വിളിച്ച് പറയുന്നത്? എനിക്കും എന്ന് പറഞ്ഞാൽ യേശുവിന് ഒരു പേഴ്സണാലിറ്റി ഉള്ളതുപോലെ തന്നെ ഇതിനുമുണ്ട് ഒരു പേഴ്സണാലിറ്റി. കാര്യങ്ങൾ ഹല്ലേലൂയ പറഞ്ഞാട്ട് ശക്തിയോടെ ഒരിക്കൽ കൂടെ സ്തോത്രം ഹല്ലേലൂയ പറഞ്ഞുകൊണ്ടിരിക്കണേ. അപ്പം എന്താ ഇവിടുത്തെ വിഷയം? എന്നാ, ഡീമൺസ്. അതിന് എന്ത് ഉണ്ട്? അതിൻ്റെ ഒരു പേഴ്സണാലിറ്റി ഉണ്ട്, ഒരാളത്വമുണ്ട്, ഒരു പേഴ്സണാലിറ്റി അതിനുണ്ട്. ആ പേഴ്സണാലിറ്റി അത് വെളിപ്പെടുത്തുന്നു. പേഴ്സണാലിറ്റി വെളിപ്പെടുത്തുവാനാണോ അതിനൊരു ഒപ്പേക്ക്, ഒരു മീഡിയ അതിനാവശ്യമായിരിക്കുന്നത്. നെക്സ്റ്റ്, ദേ ക്യാൻ സ്പീക്ക്. അതിന് സംസാരിക്കുവാൻ സാധിക്കും. മാർക്ക് ചാപ്റ്റർ 1 വേഴ്സ് 34, ചാപ്റ്റർ 5 വേഴ്സ് 32, മാർക്ക് 1:34, ചാപ്റ്റർ 5 വേഴ്സ് 32. കർത്താവായ യേശു ക്രിസ്തു നാനാവ്യാധികളെ വളഞ്ഞിരുന്ന അനേകരെ സൗഖ്യമാക്കി. ഭൂതങ്ങൾ അവനെ അറിയുകൊണ്ട് സംസാരിപ്പാൻ അവയെ സമ്മതിച്ചില്ല. അപ്പോൾ യേശു ക്രിസ്തു എന്ത് ചെയ്തില്ല?
വാസ്തവത്തിൽ ഈ എക്സോസിസം എന്ന് പറഞ്ഞാൽ ഭൂതങ്ങളെ വെളിയിലാക്കുന്ന ശുശ്രൂഷ, അതിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈ ഭൂതങ്ങളെ കൊണ്ട്, ഡീമൺ പൊസസ്ഡ് പേഴ്സണെ കൊണ്ട് സംസാരിപ്പിക്കുക. അതിനോളം തെറ്റ് വേറെയില്ല. കാരണം വളരെ വീഴ്ചകൾ കടന്നു വരുവാൻ സാധിക്കും ആ പർട്ടിക്കുലർ ശുശ്രൂഷയിൽ. അപ്പോൾ ഡീമൺസ് സംസാരിക്കും. കർത്താവായ യേശു ക്രിസ്തു അനേക ഡീമൺസിനെ മാറ്റിയെങ്കിലും ഒരു പ്രാവശ്യം മാത്രമാണ് നമ്മൾ കാണുന്നത് യേശു ഡീമനോട് ചോദിക്കുന്നത്, നിന്റെ പേരെന്ത്? ബാക്കിയുള്ള ഒരു സന്ദർഭത്തിലും യേശു അത് അന്വേഷിക്കാൻ പോയില്ല. അപ്പോൾ എന്താ അതിൻ്റെ കാരണം? ഇതിനെ സംസാരിക്കുവാൻ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ട്. യേശുവിൻ നാമം, യേശുവിൻ നാമം എൻ ജീവിതത്തിലേകയാശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. നല്ലിടയനായ യേശുനാഥൻ എന്നെ നിരന്തരമായി വഴി നടത്തിയിടുന്നു. നല്ലിടയനായ യേശുനാഥൻ എന്നെ നിരന്തരമായി വഴി നടത്തിയിടുന്നു. അവൻ എന്നെ ശാസിക്കും, അവൻ എന്നെ രക്ഷിക്കും, കീഴിൽ എന്നെ നടത്തുന്നവൻ. അവൻ എന്നെ രോഗി, അവൻ എന്നെ ശാസിക്കും, കോടിക്കീഴിൽ എന്നെ നിത്യം നടത്തുന്നവൻ. യേശുവിൻ നാമം, യേശുവിൻ നാമം എൻ ജീവിതത്തിലെ ആശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. പാപിയായിരും എന്നെ രക്ഷിക്കാനായി യേശു ക്രൂശിലേറി തന്റെ ജീവനർപ്പിച്ചു. പാപിയായിരും എന്നെ ക്രൂശിലേറി തന്റെ ജീവനർപ്പിച്ചു. യേശു എത്ര നല്ലവൻ, യേശു എത്ര വല്ലഭൻ, 10,000 ശ്രേഷ്ഠനവൻ. യേശു എത്ര നല്ലവൻ, യേശു എത്ര വല്ലഭൻ, 10,000 ശ്രേഷ്ഠനവൻ. യേശുവിൻ നാമം, യേശുവിൻ നാമം എൻ ജീവിതത്തിലെ ആശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. ഭൂതങ്ങൾക്ക് സംസാരിക്കുവാനായിട്ട് സാധിക്കും. പക്ഷെങ്കിൽ ആ ശുശ്രൂഷ ചെയ്യുന്നവരെ സംസാരിക്കാതിരിപ്പിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലതും. ഓക്കെ, നെക്സ്റ്റ് ഇതിനെന്തുണ്ട്? ഇതിന് പേരുണ്ട്. ദേ ഹാവ് എ നെയിം. എല്ലാ ഭൂതങ്ങൾക്കും പേരുണ്ട്. മനുഷ്യനൊരു പേരുള്ളതുപോലെ തന്നെ സകല ഭൂതങ്ങൾക്കും പേരുണ്ട്. വായിച്ചാട്ട് 1-2 വാക്യങ്ങൾ. ആക്ട്സ് ചാപ്റ്റർ 8 വേഴ്സ് നമ്പർ 10. ആക്ട്സ് 8:10, മാർക്ക് 5:9, മർക്കോസ് 5:9. ഇവൻ മഹതി എന്ന ദൈവശക്തി. അപ്പോൾ ഇവിടെ ഈ ഭൂതത്തിൻ്റെ പേരെന്നാണെന്നറിയാം? മഹതി. അപ്പോൾ ഭൂതങ്ങൾക്ക് എല്ലാത്തിനും അതിന് പേരുണ്ട്. ഒരു ഭൂതത്തിൻ്റെ പേര് മഹതി. വായിച്ചാട്ട് മാർക്ക് ചാപ്റ്റർ 5 വേഴ്സ് 9. നിൻ്റെ പേരെന്തെന്ന് അവനോട് ചോദിച്ചേന് എൻ്റെ പേര് ലെഗ്യോൻ. അപ്പോൾ അതും പേര് പറഞ്ഞു. എൻ്റെ പേരെന്തുവാ? ദാറ്റ് മീൻസ് ഇതിനൊക്കെ എന്തോ ഉണ്ട്? പേരുണ്ട്. ഓരോ ഭൂതങ്ങൾക്കും പേരുണ്ട്. അതിൻ്റെ സ്വഭാവത്തിന് അനുസരിച്ച പേരുകളാണ് അതിനുള്ളത്. ഞാൻ നേരത്തെ പറയുണ്ടായി, അന്ന് നമ്മൾ കണ്ടു ഒരു കൂനിയായിരിക്കുന്ന സ്ത്രീയെ കണ്ടു. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു? രോഗാത്മാവ് അഥവാ ആ ഡീമണിക് സ്പിരിറ്റ്. അപ്പോൾ ഓരോ ഡീമൺസിനും അതിൻ്റെ പേരെന്ന് പറയുന്നത് അതിൻ്റെ സ്വഭാവമാണ്. ആ സ്വഭാവം വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള ഡീമോണിക് സ്പിരിറ്റാണുള്ളത്. നിങ്ങൾ
ഓക്കെ, നെക്സ്റ്റ്. ലഗ്യോൻ എന്ന് പറയുന്നത് ഒരെണ്ണമാണ്, പക്ഷെങ്കിൽ മോർ ദാൻ. നിൻ്റെ പേരെന്ത്? എൻ്റെ പേരതാ. 6000 അതാണ് ലീജിയൻ. പക്ഷെങ്കിൽ യേശുവിനോട് പറഞ്ഞത് അത് എൻ്റെ പേരാണ്. മേ ബി ആ ഗ്രൂപ്പിൻ്റെ തലവനായിരിക്കണം ഹി ഹിംസെൽഫ്. ഓക്കെ, നെക്സ്റ്റ്. They believe that demons, God is only one. ഭൂതങ്ങൾ വിശ്വസിക്കുന്ന ഒരു സത്യമുണ്ട്, ദൈവം ഏകനം. ജെയിംസ് ചാപ്റ്റർ 2 വേഴ്സ് 19. ഇതിൽ കൂടെ ഒരു നല്ലൊരു ചിന്ത ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ പോവാ. ജെയിംസ് 2:19. ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും. അപ്പോൾ ഇതുങ്ങൾ എന്തോ ചെയ്യുന്നുണ്ട്? ദൈവം ഏകനെന്ന് വിശ്വസിക്കുന്നുണ്ട്, വിറയ്ക്കുന്നുമുണ്ട്, പക്ഷേ എന്തോ ഇല്ല. ഇവിടെയാണ് ബിലീഫ് ആൻഡ് ഫെയ്ത്ത് വ്യത്യാസം. എന്തുവാ ഫെയ്ത്ത് എന്നറിയാമോ? ഫെയ്ത്തിന് ഒരാക്ഷനുണ്ട്. എന്തുവാ ആക്ഷൻ? ആരിൽ വിശ്വസിക്കുന്നുവോ അതിനനുസരണമായിരിക്കുന്ന പ്രവർത്തനം. ബിലീഫ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഓൺലി എ സ്റ്റേറ്റ്മെൻറ്റ്. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ചില സത്യങ്ങൾ, അതിനപ്പുറത്ത് യാതൊന്നുമില്ല. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് യേശു ദൈവമായിരുന്നു, ഞാനും അതാ വിശ്വസിച്ചുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ രക്ഷിക്കപ്പെട്ടെന്നല്ല. അതിൻ്റെ അർത്ഥം പിന്നെയോ ഞാനൊരു സത്യം എനിക്കറിയാമെന്നുള്ളതാണ്. ദാറ്റ്സ് ഓൾ. പക്ഷെങ്കിൽ ഈ സത്യം കൊണ്ട് എനിക്കെന്തില്ല? യാതൊരു യൂസുമില്ല. അതെന്തായി മാറ്റപ്പെടുന്നില്ല എങ്കിൽ? ഫെയ്ത്തായിട്ട് മാറ്റപ്പെടുന്നില്ല എങ്കിൽ. നിങ്ങൾ മനസ്സിലാക്കണം, ബിലീവ് എന്നുള്ളത് ഒരു ഫെയ്ത്തായി തീരാത്തിടത്തോളം കാലം ഒരു ഗുണവുമില്ല. ഈ ഭൂതങ്ങളും വിശ്വസിക്കുന്നുണ്ട് ദൈവം ഏകനെന്ന്, ദൈവത്തെ കണ്ടാൽ വിറയ്ക്കുന്നുമുണ്ട്, പക്ഷെങ്കിൽ എന്തുമില്ല, അതിനനുസരണമായിട്ടുള്ള ഒരു പ്രവർത്തനം, ദൈവത്തിന് കീഴ്പ്പെട്ടുള്ള ഒരു പ്രവർത്തനമല്ല ഭൂതങ്ങൾക്കുള്ളത്. മുൻപോട്ട് ഞാൻ കടന്നു പോകട്ടെ. യെസ്, പിശാചുക്കൾ എന്ന് നമ്മൾ കാണിക്കുമ്പോൾ പിശാച് ഒരുവൻ. പിശാചുക്കൾ എന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി ഡീമൺസ്. ഓക്കെ, നെക്സ്റ്റ്. ഈ thousands of them, note that, thousands of demons can enter into and take possession of one man at the same time. Thousands of demons can enter into and take possession of one man at the same time. Mark chapter 5 verse 9. വായിച്ചോട്ടെ. Thousands of demons can enter into and take possession of one man at the same time. Mark chapter 5 verse 9. നിന്റെ പേരെന്ത് എന്ന് അവനോട് ചോദിച്ചേന്. എൻ്റെ പേര് ലഗ്യോൻ. എന്തായി ലഗ്യോൻ? 6000 നമ്പേഴ്സ്. അപ്പോൾ ഈ ഒരു മനുഷ്യനിൽ ഉണ്ടായിരുന്നത് 6000 ഭൂതങ്ങളാണ്. 1-2 അല്ല. നോക്കണം അതിൻ്റെ ആ യൂണിറ്റി. വളരെ ഭംഗിയായിട്ട് ചിട്ടയോടും അടുക്കോടും കൂടെ. യെസ്, അവരുടെ രാജ്യത്തിനകത്തുണ്ട്. ഇറ്റ്സ് എ സിസ്റ്റമാറ്റിക് കിങ്ഡം, സാത്താൻ്റെ രാജ്യം. അല്ലായിരുന്നെങ്കിൽ അത് നിലനിൽക്കത്തില്ല. അതിനെ നശിപ്പിക്കുന്ന കർത്താവായ യേശു വരുന്നുണ്ട്. ഓക്കെ, ഇവിടുത്തെ വിഷയം thousands, 6000 എണ്ണമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കടന്നു വന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ കാണുന്നു. ഇതുങ്ങൾ കർത്താവായ യേശുവിനോട് ഇപ്രകാരം പറഞ്ഞു, ഞങ്ങളെ ഇവിടുന്ന് ഓടിക്കരുതേ.
എന്നിട്ട് യേശുവിനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, അവിടെ കാണുന്ന പന്നികളിലേക്ക് ഞങ്ങളെ അയക്കണം. യേശു ക്രിസ്തു കൽപ്പിച്ചു, പന്നികളിലേക്ക് കയറി. പക്ഷെ പന്നിക്ക് എന്തോ സംഭവിച്ചു, ചത്തുപോയി. എത്ര പന്നിയുണ്ടായിരുന്നു? 2000. നമ്മുടെ കണക്കനുസരിച്ച് ഒരു പന്നിയിൽ എത്ര ഭൂതം കയറി കാണും? 3. ഒരു പന്നിയിൽ 3 ഭൂതം കയറി. പന്നിക്ക് വഹിക്കാൻ വയ്യ, 6000 എണ്ണം കയറിയാലും മനുഷ്യന് വഹിക്കാം. മനുഷ്യൻ്റെ കപ്പാക്കുറ്റി. ഓക്കെ, എന്താ ഇവിടുത്തെ വിഷയം? 6000 ലീജിയൻ, ഒരു വലിയ കൂട്ടം. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തിയിൽ അത് കയറുമ്പോൾ, ഞാൻ അടുത്ത വിഷയത്തിലേക്ക് കടന്നു വരട്ടെ, പോട്ടെ. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ക്യാൻ ഗോ ആൻഡ് കം ഔട്ട്. ഇറ്റ് ക്യാൻ ഗോ ഔട്ട് ആൻഡ് കം ബാക്ക്. It can go out and come back into men as they will. It can go out and come back into men as they will. Matthew chapter 12 verse 43 to 45. മത്തായി 12:43 മുതൽ 45 വരെ. എന്താ അവിടുത്തെ വാക്യം നമ്മൾ കാണുന്നത്? അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് നീരില്ലാത്ത പല സ്ഥലങ്ങളിൽ കൂടെ സഞ്ചരിച്ചിട്ട് അതൊരു കാര്യം തീരുമാനിച്ചു, ഞാൻ വിട്ടുപോകുന്ന എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വന്നു. പിന്നീട് എന്ത് സംഭവിച്ചു? ആ വീട് അലങ്കരിച്ചു കാണുന്നു. അതുകൊണ്ട് ഈ പുള്ളി കടന്നുപോയി തന്നിലും ദുഷ്ടതയേറിയ 7 ആത്മാക്കളുമായിട്ട് വന്നു. അപ്പോൾ 7 പേരോടുകൂടാ വന്നത്. ഈ പുള്ളിക്ക് അവർക്ക് മുൻപിൽ കീഴ്പ്പെട്ടിരിക്കാൻ പുള്ളിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. എന്നിട്ട് ഇവരെല്ലാം കൂടെ കയറിയിട്ട് ആ മനുഷ്യൻ്റെ ആ അവസാനത്തെ സ്ഥിതി ആദ്യത്തിനേക്കാൾ ഭയങ്കരമായിരുന്നു. എന്താ അവിടെ സംഭവിച്ചത്? ഈ അശുദ്ധാത്മാവിന് വിട്ടുപോകുവാനും മടങ്ങി വരുവാനും അതിനിഷ്ടം പോലെ സാധിക്കും. വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ എങ്ങനെയെന്നുള്ളത് നമ്മൾ ചിന്തിക്കും. നിങ്ങളിത് ചിന്തിച്ചുകൊണ്ട് ഭാരപ്പെടേണ്ട കാര്യങ്ങളില്ല. ഈ അശുദ്ധാത്മാവിനൊരു പ്രത്യേകതയുണ്ട്. ചില സ്ഥലങ്ങൾ അതിഷ്ടപ്പെടുന്നുണ്ട്. certain place, they like certain place. They like certain place. Mark chapter 5 verse 10. Mark chapter 5 verse 10. അല്ലല്ലോ, മാർക്ക് ചാപ്റ്റർ 5 വേഴ്സ് 10. നാട്ടിൽ നിന്ന് തങ്ങളെ അയച്ചു കളയാതിരിപ്പാൻ. എനിക്ക് ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കായിട്ട് ഈ വിഷയം കിടക്കുക. യേശുവിനെ കാണുമ്പോൾ ഒന്ന് ചോദിക്കണമെന്നുണ്ട്, എന്തുകൊണ്ട് യേശു ഇത് അനുവദിച്ചു എന്നുള്ളതാണ്. കാരണം ഇതുങ്ങൾക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു, ഇതുങ്ങളെ എങ്ങോട്ട് വിടരുത്, എവിടെ തന്നെ ഇതിന് വേണം എന്ന് പറഞ്ഞ് ആ നാട് അതിന് വളരെ ഇഷ്ടപ്പെട്ട നാടാണ്. എന്ന് പറഞ്ഞാൽ ചില നാട് ഈ ഡീമൺസിന് വളരെ ഇഷ്ടമാണ്. എന്ന് പറഞ്ഞാൽ ഏത് നാട്ടിൽ ഏത് സിൻഫുൾ ക്യാരക്ടർ ഡൊമിനേറ്റ് ചെയ്യുമോ അതിൻ്റെ അർത്ഥം അവിടെ വ്യാപരിക്കുന്നത് അശുദ്ധാത്മാവെന്ന. മനസ്സിലായി ഞാൻ പറഞ്ഞു വന്നേ? നമ്മൾ കാണുമ്പോൾ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അനേക ജഡത്തിൻ്റെ പ്രവൃത്തികളെ നമുക്ക് കാണാം. നമ്മൾ റോമൻസ് പഠിച്ചപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കി, ജഡത്തിൻ്റെ സ്വഭാവം 1-2 വട്ടം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന് നമ്മൾ അനുദപിച്ച് എന്നിട്ട് വീണ്ടും 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 അതേ സ്വഭാവത്തിന് അടിമപ്പെടുകയാണെങ്കിൽ, ആ അടിമപ്പെടുന്ന സ്വഭാവത്തെ വീണ്ടും വീണ്ടും അനുദപിക്കുവാൻ പറ്റാതെ വരികയാണെങ്കിൽ, ശ്രദ്ധിക്കണം ഞാൻ ഈ പറഞ്ഞ വേർഡ്, ഇതുകൊണ്ടൊന്നും ചിന്തിച്ചേക്കരുത് എനിക്ക് ഭൂതമുണ്ടെന്ന് ആരും പറയരുത്. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയാണ്. ഒരു പർട്ടിക്കുലർ സ്വഭാവത്തിന് ഞാൻ അടിമയാണ്. എന്നാൽ ആ സ്വഭാവത്തിന് ഞാൻ അടിമപ്പെട്ടെങ്കിലും ആ പാപം ഞാൻ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ദൈവത്തോട് ലിറ്ററലി ഞാൻ റിപ്പൻറ്റ് ചെയ്യുന്നു. എന്നാൽ വീണ്ടും ആ പാപം എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്നു. വീണ്ടും ഞാൻ അതുപോലെ അനുദപിക്കുന്നു. ഈ പ്രക്രിയ നടക്കാതെ
ഒരു പാപം കടന്നു വന്നിട്ട് ആ പാപ സ്വഭാവത്തിന് താൻ പരിപൂർണമായിട്ട് മൂടപ്പെട്ട് ആ പാപം തൻ്റെ ജീവിതത്തിൽ തെറ്റല്ല എന്ന് തോന്നുന്നുവെങ്കിൽ അതിൻ്റെ കാരണം ഈ ഡീമോണിക് പൊസഷനായിരിക്കണം. അതിൻ്റെ കാരണം അത് ആ പർട്ടിക്കുലർ സ്വഭാവത്തിൻ്റെ ഒരു ഡീമൺ ആയിരിക്കും അവരെ കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് സമയം ദൈവമക്കളെ ഡീമൺ കൺട്രോൾ ചെയ്യത്തില്ല കേട്ടോ. എന്നാൽ എന്താ സംഭവിക്കുന്നത്, ഞാൻ പറഞ്ഞു വന്നത് ഒരു പർട്ടിക്കുലർ സിൻ, ആ സിന്ന് ഇപ്പം ഏത് ദേശത്തെ നമ്മൾ എടുത്ത് പഠിച്ചാലും ആ ദേശത്തിൽ ഒരു പാപം മാത്രമല്ല ഉയർന്നു നിൽക്കുന്നത്, അതിനോടുകൂടെ certain other sins അതിനോട് റിലേറ്റഡ് ആയിട്ട് നിൽക്കും. ദാറ്റ് മീൻസ് ഈ ഓരോ സിന്നിൻ്റെയും പിന്നിൽ പ്രവർത്തിക്കുന്ന, ഓരോ പാപത്തിൻ്റെയും പിന്നിൽ പ്രവർത്തിക്കുന്ന അശുദ്ധാത്മാക്കൾ അതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുക. വാസ്തവത്തിൽ സ്പിരിച്വൽ ബാറ്റിൽ എന്ന് പറയുന്നത് ഇവിടെയാണ് നടക്കുന്നത്. എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഈ അശുദ്ധാത്മാക്കൾ കർത്താവിനോട് യാചിക്കുക, ഞങ്ങളെ ഇവിടുന്ന് അയക്കരുതേ എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ സ്ഥലം വളരെ ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ്. ഇറ്റ്സ് അണ്ടർ ദ കൺട്രോൾ. അതിൻ്റെ എന്താണ് ഈ ഡീമൺസിൻ്റെ ഗോൾ? അതിനു മുമ്പായിട്ട് ഡീമൺ ഇൻഫ്ലിക്റ്റ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ മാലഡീസ്. ഫിസിക്കൽ ആൻഡ് മെൻ്റൽ മാലഡീസ്, മാനസികമായും ശാരീരികമായിരിക്കുന്ന ബലഹീനതകൾ ഈ ഡീമൺസിന് കൊണ്ടുവരുവാൻ സാധിക്കും. 1-2 വാക്യം. മാത്യു ചാപ്റ്റർ 12 വേഴ്സ് 22, മാത്യു ചാപ്റ്റർ 17 വേഴ്സ് 15 to 18, മാത്യു 12:22, മാത്യു 17 15 to 18. വായിച്ചാട്ട് പെട്ടെന്ന്. അപ്പോൾ എന്താ ഇവിടെ സംഭവിച്ചത്? ഊമനും കുരുടനുമായിരിക്കുന്ന ഒരു ഭൂതം. അപ്പോൾ ഒരു ഭൂതമാണോ അവനിൽ വെളിപ്പെട്ടത്? അതുകൊണ്ട് അവനെ എന്താക്കി തീർത്തു? കുരുടനും ഊമനുമാക്കി തീർത്തു. അപ്പോൾ ശാരീരികമായിരിക്കുന്ന ഇൻഫർമിറ്റീസ്, ബലഹീനതകൾ ഈ ഭൂതങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും. ദ സെയിം ടൈം മാത്യു ചാപ്റ്റർ 17 വേഴ്സ് 15 to 18, 15 മുതൽ 18 വരെ. അവൻ ചന്ദ്രരോഗം പിടിച്ച്, യെസ്, ഇവിടെ നമ്മൾ കാണുന്നത് പ്രധാനമായിട്ട് മാനസിക രോഗങ്ങൾ ഡീമൺസിന് വരുത്തുവാനായിട്ട് സാധിക്കും. എല്ലാ മാനസിക രോഗങ്ങളും ഡീമൺസിൻ്റെ അല്ല, എന്നാൽ ചില മാനസിക രോഗങ്ങൾ ഡീമൺസിന് കൊണ്ടുവരാനായിട്ട് സാധിക്കും. നെക്സ്റ്റ്, ഈ ഡീമൺസിൻ്റെ ഗോൾ എന്ന് പറയുന്നത് ഡിസ്ട്രക്ഷൻ, നാശം. ദ ഗോൾ ഓഫ് ഡീമൺ ഈസ് ഡിസ്ട്രക്ഷൻ. മാർക്ക് ചാപ്റ്റർ 1 വേഴ്സ് 21 to 28, മാർക്കോസ് 1 21 മുതൽ 28 വരെ. അതിൻ്റെ 24 വാക്യം ഒന്ന് വായിച്ചാട്ട്. ഞങ്ങളെ നശിപ്പിപ്പാൻ നീ വന്നുവോ? അപ്പോൾ ഈ ഡീമൺസിന് എന്തേ ചെയ്യുവാൻ സാധിക്കത്തുള്ളൂ? അത് ആരെ പൊസസ് ചെയ്യുന്നുവോ അവരെ നശിപ്പിക്കുവാൻ മാത്രമേ പറ്റത്തുള്ളൂ. അതിൻ്റെ ഗോൾ എന്ന് പറയുന്നത് ഡിസ്ട്രക്ഷനാണ്. ഗോൾ ഡിസ്ട്രക്ഷൻ. യെസ്, ഈ വ്യക്തിയെ കൊണ്ട് ചെയ്യുന്നത് എന്താ? ഡിസ്ട്രക്ഷനാണ്, നാശം. നമ്മൾ ഈ ഭൂതഗ്രസ്തനായിരിക്കുന്ന ഒരു മനുഷ്യനെ കല്ലറയിൽ കണ്ടു ഇല്ലേ? എന്താ ഭൂതഗ്രൻ ചെയ്തു കൊടുത്തേ? സി മാർക്ക് ചാപ്റ്റർ 5 വേഴ്സ് 4, മാർക്ക് 5:4. എന്ത് ഭൂതം ചെയ്തു കൊടുത്തു? അപ്പോൾ എന്താ വാസ്തവത്തിൽ ചെയ്തത്? അസാധാരണമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഭൂതങ്ങൾ വെളിപ്പെടുത്തിയെങ്കിലും ഭൂതങ്ങൾ വാസ്തവത്തിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുക? ഈ മനുഷ്യനെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ മനസ്സിലാക്കണം, ഭൂതങ്ങൾക്ക് ഒരിക്കൽ പോലും ഒരു നന്മ ചെയ്തു കൊടുക്കുവാൻ സാധിക്കരുത്. ഈ വിഷയം നമ്മൾ പഠിക്കണമെങ്കിൽ നമ്മൾ പഠിക്കേണ്ടത് ക്ഷുദ്രപ്രയോഗത്തിലാണ്.
വീട്ടിൽ എന്തെങ്കിലും 1-2 പ്രശ്നം വന്നു കഴിഞ്ഞാൽ നേരെ എങ്ങോട്ട് ഓടുമെന്നറിയാമോ? പോറ്റിയെടുക്കൽ. എന്തിനാ പോറ്റിയെടുത്ത് പോകുന്നതെന്നറിയാമോ? എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചെന്നറിയാൻ. പോറ്റിക്ക് കുറച്ച് പൈസയും കൊടുത്തിട്ട് പോറ്റിയിടുന്ന കുറച്ച് പൂടയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് കൊണ്ട് വീട്ടിലവിടെ കൊണ്ടിടും. എന്തുവാ ഈ ചെയ്യുന്നേ? ആ പോറ്റിയുടെ ദുരാത്മാവിനെ നമ്മുടെ വീട്ടിൽ കൊണ്ട് സ്ഥാനം കൊടുക്കുക. അന്നേരം എന്ത് ചെയ്തു? മറ്റേ വ്യക്തി ആർക്കെതിരായിട്ട് ചെയ്തു, അവനും എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് വന്നു. ഈ പുള്ളിയും നേരെ അടുത്ത ഒരാളോട് അന്വേഷിക്കും എന്തുവാ ഇതിൻ്റെ കാരണം. പുള്ളിയും പോയി കണ്ടുപിടിച്ച് വേറെ ആളെ കണ്ടുപിടിക്കും. ആ ആളിനോട് പറയും ഇന്ന ആളാണ് നിങ്ങളുടെ വീട്ടിൽ പ്രവർത്തിക്കുന്നത്, അതുകൊണ്ട് അതിനേക്കാൾ ശക്തി കൂടുതൽ വേണമെന്ന് പറഞ്ഞ് പോയി പ്രയോഗമൊക്കെ ചെയ്ത് കൊണ്ടുവന്ന് അവൻ്റെ വീട്ടിൽ കൊണ്ടിട്ടും. ചുരുക്കത്തിൽ എന്തുവാ ചെയ്യുന്നത്? 2 വീടിനെയും നശിപ്പിക്കുക. ഇന്ന് വരെ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ക്ഷുദ്രപ്രയോഗം ചെയ്തൊരു കുടുംബം നന്നായിട്ടുള്ളത്? ഏതെങ്കിലും ക്ഷുദ്രപ്രയോഗം ചെയ്ത കുടുംബത്തിൽ അറ്റ്ലീസ്റ്റ് ഒരു പാണ്ഡുരോഗമെങ്കിലും ഇല്ലാത്ത ആരെങ്കിലും, മാറാത്ത രോഗം അവരുടെ കുടുംബത്തിൽ സ്ഥിരമായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെന്തേ ചെയ്യാൻ പറ്റത്തുള്ളൂ? ഇതിനൊരിക്കലും നന്മ ചെയ്യത്തില്ല. ഡിസ്ട്രക്ഷൻസ് മാത്രമേ തരത്തുള്ളൂ, ഡിസ്ട്രക്ഷൻസ് മാത്രമേ കൊടുക്കത്തുള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് സംഭവിക്കുന്നത് നശിപ്പിക്കുക എന്നുള്ളതാണ്. നാശമാണ് സംഭവിക്കുന്നത്. ആ കുടുംബത്തിൻ്റെ നാശമായിരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗോൾ എന്ന് പറയുന്നത് നശിപ്പിക്കുക. നെക്സ്റ്റ്, they know their fate. അതിൻ്റെ ഭാവി എന്താണെന്ന് അത് മനസ്സിലാക്കുന്നു. മാത്യു 8:29. മാത്യു 8:29. യെസ്. ഞങ്ങൾക്കും നിനക്കും തമ്മിലെന്ത്? സമയത്തിന് മുമ്പേ ഞങ്ങളെ ദണ്ഡിപ്പിപ്പാൻ നീ വന്നുവോ? അപ്പോൾ ഇതിനൊരു കാര്യം അറിയാം, ഇതിനെന്തോ ഉണ്ട്? ഒരു ദണ്ഡനമുണ്ട്. അതിന് എന്തുകൊണ്ട്? ഒരു സമയമുണ്ട്. ഈ സമയം വരെ നല്ല ബോധ്യമാതിന് ആണോ? വായിച്ചു വെളിപ്പാട് 12-ാം അധ്യായം. അതിന് വല്ല ബോധ്യമുണ്ടോ? വെളിപ്പാട് 12-ാം അധ്യായം അതിന് 12-ാമത്തെ വാക്യം. റെവലേഷൻ ചാപ്റ്റർ 12 വേഴ്സ് 12. കേട്ടോ? സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ നിങ്ങളെന്ത് ചെയ്തോളാൻ പറഞ്ഞു? ആനന്ദിച്ചോ. താഴെ ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം. എന്നിട്ട് എന്തുകൊണ്ടാ? പിശാച് തനിക്ക്. അപ്പോൾ പുള്ളിക്ക് അറിയാം ഇനി എന്തോ ഉണ്ടെന്ന്, അല്പകാലമേ ഉള്ളെന്ന്. അപ്പോൾ ഇവർക്കൊക്കെ ഇവരുടെ ഫെയ്റ്റ് എന്താണെന്നുള്ളത് നല്ല ഉറപ്പാണ്. ഇതിനറിയാം, സമയത്തിന് മുൻപേ നീ ഞങ്ങളെ ദണ്ഡിപ്പിപ്പാൻ നീ വന്നുപോ. അപ്പോൾ ഇവർക്കറിയാം ഇവരെ എന്തിനു വേണ്ടി വെച്ചിരിക്കുകയെന്ന്, ഒരു ദണ്ഡനത്തിന് വേണ്ടി വെച്ചിരിക്കുക. ഞാൻ കഴിഞ്ഞ ആഴ്ചയിലാണ് തോന്നുന്നു പറയുണ്ടായി, ദൈവം ദൂതന്മാരെ വിധിക്കുന്ന ഒരു സമയമുണ്ട്, കർത്താവായ യേശു ക്രിസ്തു. ആ പർട്ടിക്കുലർ സമയത്ത് വെള്ളസിംഹാസനത്തിൽ പിശാചിനെയും അവൻ്റെ ദൂതന്മാരെയും ന്യായം വിധിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ന്യായവിധിയിൽ നിൽക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഈ ഡീമൺസ്. അന്ന് ദൈവം അവരെയും ന്യായം വിധിച്ച് എങ്ങോട്ട് വിടുമെന്നറിയാമോ? എരിയുന്ന തീച്ചൂളയിലേക്ക്. അതുകൊണ്ട് ഇതിൻ്റെ ഫെയ്റ്റ്, ഇതിൻ്റെ ഭാവി എന്താണെന്നുള്ളത് ഇത് നന്നായിട്ട് അറിയുന്നു. ഈ ദുഷ്ടൻ്റെതായിരിക്കുന്ന അന്തമെന്ന് പറയുന്നത് നിത്യമായിരിക്കുന്ന നരകമാണ്. ഒരല്പകാലം പ്രവർത്തിക്കുവാനുള്ള കാലങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അന്ത്യം മനസ്സിലാക്കിയിട്ടും അത് ഇപ്പോൾ കിട്ടുന്ന സമയങ്ങൾ അത് ഭംഗിയായിട്ട് അത് യൂസ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. ഡീമൺസ് നോസ് ദെയർ ഫേറ്റ്. എന്താണ് അതിൻ്റെ ഭാവി, എവിടെയാണ് അത് അവസാനിക്കുവാൻ പോകുന്നതെന്നുള്ളത് നന്നായിട്ട് അത് മനസ്സിലാക്കുന്നു. നെക്സ്റ്റ്, ഇതിനുമുണ്ടൊരു ഡോക്ട്രിൻ. ഡീമൺസ് ഹാവ് എ ഡോക്ട്രിൻ. ഡീമൺസിനൊരു ഉപദേശമുണ്ട്. വായിച്ചാട്ടെ, 1 തിമോത്തി ചാപ്റ്റർ 4 വേഴ്സ് 1. ഫസ്റ്റ് തിമോത്തി ചാപ്റ്റർ 4 വേഴ്സ് 1. എന്നാൽ ഭാവി കാലത്തെ ചില വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശം. അപ്പോൾ ഈ ഭൂതങ്ങൾക്ക് ബന്ധമുണ്ട്,
അതിൻ്റെ ഉള്ളിലുള്ള ആളായതുകൊണ്ട് അവർക്കും അതിൻ്റെ വിഷൻസ് കിട്ടി. അതിനകത്ത് ഒരു വിഷൻ എന്ന് പറയുന്നത് ജനം ദൈവത്തിലേക്ക് അടുക്കരുത്. അതുകൊണ്ട് ദൈവവചനത്തോടുള്ള സംശയം ജനത്തിൻ്റെ ഉള്ളിൽ കൊടുക്കണം. കാരണം ജനം ദൈവത്തിൻ്റെ വചനത്തെ വിശ്വസിക്കരുത്. 2, മിസ്രൈമ്യരുടെ അടുത്ത പദ്ധതിയാണത് കണ്ടുപിടിച്ചത്. ഇസ്രായേൽ മക്കൾ വംശവർദ്ധന കൂടിയപ്പോൾ ഫറവോൻ ചിന്തിച്ചു, ഇവർ വെറുതെ ഇരിക്കുന്നതുകൊണ്ടാണ് ഇവരിങ്ങനെ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്നത്. ഒരു കാര്യം ചെയ്തു, ഇവരുടെ വേല കൂട്ടാൻ പറഞ്ഞു. ഒരല്പം പോലും സമയം കൊടുക്കാതെ ഇവരെ ബിസിയാക്കുക. സൈറ്റൻ്റെ രണ്ടാമത്തെ വിഷനാണ് ആൾക്കാർക്ക് ജോലി കൂട്ടാൻ എന്ന് പറഞ്ഞാൽ മീറ്റിങ്ങിനും വരരുത്, വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യരുത്, ഇതൊന്നും ചെയ്യാൻ. വാസ്തവത്തിലല്ലേ സംഭവിക്കുന്നത്? ഓവർ ടൈമോ എന്ത് വായിക്കോട്ടെ. വാസ്തവത്തിൽ എക്സാക്ട്ലി ആ പോളിസി ഇന്ന് നമ്മൾ പോലും അറിയാതെ നമ്മളെല്ലാവരും എന്താ ചെയ്തിരിക്കുക. ആരോട് ചോദിച്ചാലും പറയുന്നത് എന്തുവാ? ബിസി പാസ്റ്ററെ, ബിസിയാ. വാസ്തവത്തിൽ ഇതാരുടെ പദ്ധതിയാണ്? വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ സമയമില്ല, എന്തുവാ? ബിസിയാ. രാവിലെ 6 മണിക്ക് ജോലി ഉണ്ടെങ്കിൽ 5:55 എഴുന്നേക്കുന്നത്. എന്നിട്ടാണ് നേരെ ഓടിച്ചില്ലെന്നേ. എന്താ? ബിസി. രാത്രി എപ്പോഴാണ് കിടന്നത്? ലേറ്റ്. ഞാൻ ഓർപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് കൊടുക്കേണ്ട സമയം, ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം ദൈവത്തിന് മാത്രം കൊടുത്തുകൊണ്ട് മുൻപോട്ട് കടന്നു പോകുക. അതുകൊണ്ട് മാത്രമേ നാം നന്നാകത്തുള്ളൂ. ദൈവം അനുവദിക്കുന്ന അടുത്ത വെള്ളിയാഴ്ച തൊട്ട് നമ്മൾ കേൾക്കാൻ പോകുന്നു ഹൗ ടു വാക്ക് വിത്ത് ഗാഡ്. ദൈവത്തോടു കൂടെ നമ്മൾ എങ്ങനെ നടക്കുവാൻ പറ്റും. ഞാൻ പറഞ്ഞു എന്നാണെന്നറിയാമോ? ഇന്ന് പിശാച് എല്ലാവരെയും ബിസിയാക്കി വെച്ചിരിക്കുക. അതുകൊണ്ട് എന്തില്ല ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകാനായിട്ട് മനുഷ്യർക്ക് സാധ്യമല്ല. വളരെ സ്ലോലി. വീഴ്ചയെന്ന് പറയുന്നത് ഈ ഡീമണിക് പ്രവർത്തനത്തിൻ്റെ വീഴ്ചയെന്ന് പറയുന്നത് ഒരു നിമിഷം കൊണ്ടല്ല, വളരെ സ്ലോലിയാണ്. നമ്മൾ പോലും അറിയത്തില്ല എങ്ങനെ ഇത് വീണെന്നോ. ദൈവം അനുവദിക്കുന്നെങ്കിൽ അടുത്ത ദിവസം എന്താണ് ഇതിൻ്റെ പ്രവർത്തന പദ്ധതി, എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ട് ലാസ്റ്റിൽ നമ്മളതിൻ്റെ ശുശ്രൂഷയിലേക്ക് നമ്മൾ കടക്കുന്നതായിരിക്കും. വളരെ പ്രാർത്ഥനയോടുകൂടെ നമ്മൾ കടന്നു വരിക. ദൈവം സഹായിക്കാൻ. ഡീമൺ പൊസിഷൻ ആൻഡ് ഡീമൺ ഇൻഫ്ലുവൻസ് ഇതെല്ലാം ഒന്ന് സെപ്പറേറ്റായിട്ട് ഒന്ന് വെളിപ്പെടുത്തി സംസാരിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുക. നമ്മളൊന്ന് മനസ്സിലാക്കണം, കർത്താവായ യേശു ക്രിസ്തു നമുക്കൊരു അധികാരം തന്നു. ആ അധികാരപ്രകാരമാണ് വിശ്വസിക്കുന്നവരുടെ അടയാളങ്ങൾ നടക്കും. അവരെന്ത് ചെയ്യും? അവർ ഭൂതങ്ങളെ പുറത്താക്കും. അപ്പോൾ ഭൂതങ്ങൾ എവിടെ നിൽക്കുന്നു? നമ്മുടെ കമാൻഡ്മെൻറ്റ് മുൻപിൽ നിൽക്കുന്നു. ഭൂതങ്ങളോട് നമുക്ക് കൽപ്പിക്കുവാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ഏഞ്ചൽസിനോട് നമുക്ക് കൽപ്പിക്കാൻ അനുവാദമില്ല. ഏഞ്ചൽസിൻ്റെ സപ്പോർട്ട് വേണമെങ്കിൽ നമ്മൾ ആരോട് പ്രാർത്ഥിക്കണം? ദൈവത്തോട്. പക്ഷെങ്കിൽ ഡീമൻസിനോട് എനിക്ക് കൽപ്പിക്കുവാൻ സാധിക്കും. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എൻ്റെയോ എൻ്റെ കുടുംബത്തിൽ ഏതെല്ലാം മേഖലകളിൽ ഡീമൻസ് പ്രവർത്തിക്കുമെന്നുള്ളത് നമ്മൾ ചിന്തിക്കും. അതിനനുസൃതമായിട്ട് പ്രാർത്ഥനയോടെ കടന്നു വരിക. നമുക്കത് മനസ്സിലാക്കി ഈവൻ നമ്മുടെ ഏതെങ്കിലും ആരുടെയെങ്കിലും ലൈഫിൽ ഏതെങ്കിലും രീതിയിൽ അങ്ങനെ പ്രവർത്തിക്കുന്നുവെങ്കിൽ നമുക്കതിനനുസൃതമായിട്ട് ദൈവത്തിൻ്റെ കരങ്ങളെ കേൾപ്പിച്ച് ജയമെടുത്തുകൊണ്ട് മുൻപോട്ട് കടന്നു പോകാനായിട്ട് സാധിക്കും. നമുക്കെല്ലാവർക്കും നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്കൊരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം.